നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ വിൽപ്പനക്കാർ പിടിമുറുക്കുന്നു. ഷീറ്റ് ക്ഷാമം രൂക്ഷമാകുമെന്ന വിലയിരുത്തലുകൾ മെച്ചപ്പെട്ട വിലയ്ക്ക് വഴിതെളിക്കാം. റബ്ബർ ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും മുൻനിരയിൽ നിലയുറപ്പിച്ചിട്ടുള്ള തായ്ലൻഡിലും വിയറ്റ്നാമിലും മുന്നിലുള്ള മാസങ്ങളിൽ ഉൽപ്പാദനം ഗണ്യമായി ചുരുങ്ങും. ആഗോള വിപണിയിൽ ഇത് ഷീറ്റ് ക്ഷാമത്തിന് ഇടയാക്കുമെന്നത് രാജ്യാന്തര വിപണിക്ക് താങ്ങുപകരാം. ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ ഡിസംബർ ആദ്യം കിലോ 321 യെന്നിൽ ഇടപാടുകൾ നടന്ന മെയ് അവധി കഴിഞ്ഞ വാരം 356 yen വരെ കയറി. വിപണി 378 യെന്നിനെ ലക്ഷ്യമാക്കുന്നത് തടയാനുള്ള നീക്കങ്ങളാണ് വാരത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഓപ്പറേറ്റർമാർ നടത്തിയത്. പ്രതികൂല കാലാവസ്ഥയിൽ ബാങ്കോക്കിൽ റബ്ബർ കിലോ 206 രൂപ വരെ കയറിയത് ഇറക്കുമതി രാജ്യങ്ങളെ ഞെട്ടിച്ചു. 225 മുതൽ 240 റേഞ്ചിലേക്ക് വിപണി ശ്രമം നടത്തുന്നുവെന്ന സൂചന വാങ്ങലുകാരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. ഇറക്കുമതിക്കാർ സംഘടിതരായി രാജ്യാന്തര വിപണിയിൽ നിന്നും പിൻവലിഞ്ഞത് മൂലം വാരാന്ത്യം വില 203 രൂപയായി ഇടിഞ്ഞു. ലൂണാർ പുതുവത്സര ആഘോഷങ്ങൾക്ക് ചൈന ഒരുങ്ങുന്നതിനാൽ പുതിയ കരാറുകൾക്ക് ബെയ്ജിങ്ങിലെ വ്യവസായികൾ താൽപ്പര്യം കാണിച്ചില്ല. സംസ്ഥാനത്ത് പകൽ ചൂടിന് കാഠിന്യമേറുന്നത് മരങ്ങളിൽ നിന്നുള്ള പാൽ ലഭ്യത കുറച്ചു. മുന്നിലുള്ള മാസങ്ങളിൽ പകൽ താപനില ഇനിയും ഉയരാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് ഉൽപ്പാദകർ വിൽപ്പന നിയന്ത്രിച്ചു. പൂഴ്ത്തിവയ്പ്പുകാർ വിപണിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഭീഷണി ഉയർത്തുന്നതായാണ് വ്യവസായികളുടെ കണ്ടുപിടുത്തം. സംസ്ഥാനത്ത് റബ്ബർ ഉൽപ്പാദനം കുറവാണെന്ന കാര്യം വ്യാപാരികളും സമ്മതിക്കുന്നു. പക്ഷേ ആഭ്യന്തര വില ഉയർത്തി ഷീറ്റ് സംഭരിക്കാൻ അവർ തയ്യാറല്ല. 200 രൂപയ്ക്ക് മുകളിൽ നീങ്ങുന്ന 4ാം ഗ്രേഡിന് 225 രൂപ വരെ മുന്നേറാനുള്ള കരുത്തുണ്ടെങ്കിലും അത്തരമൊരു കുതിപ്പിനെ എങ്ങനെ തടയാനാവുമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. റബ്ബറിൻ്റെ ലഭ്യതക്കുറവ് ടയർ കമ്പനികൾ തുറന്നു പറഞ്ഞതോടെ വരും നാളുകൾ റബ്ബർ കർഷകർക്ക് നല്ല നാളുകൾ. കഴിഞ്ഞ വാരം റബ്ബർ വിറ്റ നമ്മുടെ കർഷകർക്ക് കിലോയ്ക്ക് 5 രൂപ കൂടുതൽ കിട്ടി. റബ്ബർ കിലോ 200 രൂപ കടന്നതോടെയാണ് റബ്ബറിൻ്റെ ലഭ്യതക്കുറവ് പുറത്തുവിട്ടത്. ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഷീറ്റിന് നല്ല വില കിട്ടുമെങ്കിലും ഇടനിലക്കാർ ഷീറ്റുകൾ കൈപ്പിടിയിൽ ഒതുക്കിയാൽ കർഷകർക്ക് കാര്യമായ നേട്ടമുണ്ടാകില്ലെന്നാണ് വ്യാപാര വൃത്തങ്ങൾ നൽകുന്ന സൂചന. വൻകിട കർഷകരും ഇടനിലക്കാരുമെല്ലാം റബ്ബർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. വില കൂടുമ്പോൾ പുറത്തിറക്കാനാണ് ഇവരുടെ നീക്കം. താങ്ങുവില 200 രൂപയാണ്. എങ്കിലും കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ താങ്ങുവില ഉയർത്താതിരുന്നതിനാൽ റബ്ബർ കർഷകർ ഒന്നടങ്കം നിരാശയിലാണ്. അന്താരാഷ്ട്ര റബ്ബർ വ്യാപാരത്തിൽ വരും മാസങ്ങളിലേക്ക് ചൈന 1 കിലോ റബ്ബറിന് 214 രൂപയാണ്. ടോക്കിയോ മാർക്കറ്റിൽ ഡിമാൻഡ് കുറഞ്ഞതോടെ 195 രൂപയാണ് അവർ ആവശ്യപ്പെടുന്നത്. ബാങ്കോക്കിൽ 203 രൂപ നിലവിലുള്ളപ്പോൾ കൊച്ചിയിൽ 210 രൂപയെങ്കിലും കിട്ടണമായിരുന്നുവെന്ന് കർഷകർ. വാരാന്ത്യ വില കൊച്ചി RSS 4-ന് 204 രൂപ, RSS 5-ന് 201 രൂപ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.